ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് നയൻതാരയുടെ പോലെ കണ്ണെഴുതുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നയൻതാര എന്നല്ല കേട്ടോ, ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റീസും ഈ ഒരു ബ്രൗൺ സ്മോക്കി കൈൻഡ് ഓഫ് ഐ മേക്കപ്പ് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, പക്ഷേ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും എവരിഡേ ലുക്കിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഐ ബേസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെബിലിൻ്റെ ഒരു ലിക്വിഡ് കൺസീലർ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്താ ഇതേപോലെ ഐബ്രോയുടെ അടിയിലും പിന്നെ ഐലിഡിന് പുറത്തായിട്ടും എന്താ ഇതേപോലെ ഒന്ന് കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാനിവിടെ ഒരു കൺസീലർ ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ എന്തായാലും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എക്സസ് ആയിട്ടുള്ളത് ഞാനിവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ബാക്കി ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൺസീലർ വെച്ചിട്ട് ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മളിടുന്ന ആ ഒരു ഐ ഷാഡോ ഒന്ന് പോപ്പ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസിൻ്റെ ട്രാൻസ്ലൂസൻ പൗഡറാണ്. അപ്പോൾ ആ പൗഡർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസിൻ്റെ തന്നെ ഒരു ഐഷാഡോ പാലറ്റ് ആണ്. ഈ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്നും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഇതേപോലെ ബ്രഷിലൊന്ന് എടുക്കുകയാണ്. അതിനുശേഷം ഔട്ടർ കോർണറിൽ നിന്ന് നമ്മളുടെ ക്രീസിലേക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് സർക്കുലർ മോഷനിൽ നമ്മളൊരു ട്രാൻസിഷൻ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നമ്മളൊരു ട്രാൻസിഷൻ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ്. ഈ ഒരു ഫ്ലാറ്റ് ബ്രഷിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറും ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ഐലിഡിലായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മൊത്തത്തിൽ ഐലിഡ് ഫുള്ളായിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലാറ്റ് ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിംഗർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഐലിഡിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ടല്ലോ, സ്മോൾ ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഹാർഷായിട്ട് എന്തെങ്കിലും ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഒരു കാജലാണ് കേട്ടോ. ഞാനിവിടെ ലാക്മിയുടെ കാജലാണ് എടുത്തിരിക്കുന്നത്. സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള കാജൽ എടുക്കാതിരിക്കുന്നതായിരിക്കും ഈ ഒരു ഐ മേക്കപ്പിന് നല്ലത് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഭംഗിയിലൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതിയേ. കാജൽ എഴുതി കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ഡാർക്കനായിട്ടൊന്ന് എഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ എഴുതിയതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു കാജൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പെൻസിൽ ബ്രഷ് യൂസ് ചെയ്ത് സ്മഡ്ജ് ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പെൻസിൽ ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യൂട്ടിപ്പ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്മഡ്ജ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ആ ഒരു ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നമ്മളവിടെ ആ ഒരു ഐലിഡ് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്നും കൂടെ നമ്മളൊന്ന് ഡാർക്കനാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താഴത്തെ വാട്ടർ ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴത്തെ വാട്ടർ ലൈനും ഞാൻ നല്ല രീതിയിൽ തന്നെ കാജൽ വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്യൂട്ടിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പെൻസിൽ ബ്രഷ് വെച്ചിട്ടോ നമുക്കിതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ആ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് താഴെ വശത്ത് ഒന്ന് ഡ്രോപ്പ് ഷാഡോ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ, നമ്മളുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കണ്ണ് നയൻതാരയുടെ കണ്ണ് നോക്കിയാൽ നയൻതാരയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐ ലാഷസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്ക് ലാഷസ് ഫേക്ക് ലാഷസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫേക്ക് ലാഷസ് യൂസ് ചെയ്യുന്നില്ല. മാർസിൻ്റെ മസ്കാര എടുത്തിട്ട് ഒന്ന് മസ്കാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഐഷാഡോയുടെ ലുക്ക് അത്ര ഡാർക്കനായിട്ട് തോന്നി. നേരിൽ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇത് കുറച്ചിങ്ങനെ ലൈറ്റായിട്ടാണ് തോന്നിക്കുന്നത്, പക്ഷെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല കണ്ടന്റുകളായിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. ബൈ.